ഒരു കാലത്ത് ഓരോ പുല്ലന്മാരിറങ്ങിയേക്കുവാണ്, നിന്നെയും കൊണ്ടൊക്കെ എന്താവശ്യം ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞവരെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചല്ലേ? തള്ളിപ്പറഞ്ഞവരെല്ലാം ഇപ്പോൾ സ്വീകരിച്ചു. അതിൽ വളരെയധികം സന്തോഷം. വലിയൊരു ഭാഗം സ്ത്രീകൾ, ഫെമിനിസ്റ്റുകളല്ലാത്ത, ഫെമിനിസം നല്ലതാണ് പക്ഷേ ആ നല്ല മൈൻഡോടുകൂടി കാണാത്ത കുറച്ച് കൂതറകളുണ്ട്. അവരല്ലാത്ത എല്ലാ സ്ത്രീകളും എന്നെ വിളിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അജിത് കുമാറിന് സ്ത്രീകളോട് ഇത്ര വൈരാഗ്യം എന്താ? ആ വൈരാഗ്യം ഈ കേസോട് കൂടിയിട്ട് കുറേ മാറിയിട്ടുണ്ട്. കാരണം ബഹുഭൂരിപക്ഷം സ്ത്രീകൾ എനിക്ക് പിന്തുണ തന്നതുകൊണ്ട് ആ വൈരാഗ്യം ഇനി ഒരു ചാനൽ ചർച്ചയിലും, ഒരുപക്ഷെ അപർണ കുറുപ്പൊക്കെ എന്നോട് ലാസ്റ്റ് ചോദിച്ചൊരു കാര്യമാണ്, ഇപ്പോഴും നിലപാടിന് മാറ്റമില്ല അല്ലേ എന്ന്. കാര്യം കുറച്ച് നാൾ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കാതിരുന്നു. എന്നിട്ട് ഞാൻ പിന്നീട് അപർണ വിളിച്ചപ്പോൾ അന്നത്തെ ഇതിൽ പോയിരുന്നപ്പോൾ ഇപ്പോഴും ആ നിലപാടിന് മാറ്റമില്ലേ എന്നാണ് ചോദിച്ചത്. കാര്യം അന്ന് ആ ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ എതിരായിട്ട് സംസാരിച്ചപ്പോൾ അതിജീവിത എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസായിരുന്നു. അപ്പോൾ അതൊരു അതിജീവിത അല്ല, അത് രതിജീവിതയാണെന്ന് മനസ്സിലാക്കിയ ഞാൻ അവർക്കെതിരെ ശക്തമായിട്ട് സംസാരിച്ചു. അവരുടെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും രാഹുൽ ഈശ്വറിൻ്റെ ഉണ്ട്, രാഹുൽ ഈശ്വർ വിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു കൃത്യമായിട്ട് ഞാൻ പുറത്തു വിടുമായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആ നിലപാടിന് ഇതുവരെ മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എൻ്റെ നിലപാടിന് കുറച്ച് മാറ്റമുണ്ട്. മുൻപൊക്കെ ഏറെക്കുറെ സ്ത്രീകളൊക്കെ ഞാൻ അടച്ചു പറയുമായിരുന്നു. അത് ഡിവോഴ്സ് ആയതിനു ശേഷമാണ് അജിത് കുമാറിന് ഇത്ര ഒരു വൈരാഗ്യം? അതെ അതെ അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇന്ന് പുരുഷന്മാർ ഏതെങ്കിലും സ്ത്രീകൾ വന്ന് കരഞ്ഞ് പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലെ അമ്മയോടൊക്കെ പറയുമല്ലോ, അയൽവക്കക്കാർ ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമല്ലോ, അത് കേട്ടിട്ട് ഞാൻ അവരോട് വൈരാഗ്യം കാണിച്ച ആളാ. മനസ്സിലായില്ലേ? എൻ്റെ കുടുംബജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് കഥ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇതാണ് ഈ പുരുഷന്മാരുടെ അജ്ഞത എന്ന് പറയുന്നത്. ഇവരാരും ഇത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല, ഒരു പുരുഷന്മാരും പറയുന്നില്ല. അതും പുരുഷന്മാർ പറയുന്ന കേൾക്കാൻ ഇന്നൊരു കോടതി പോലും നിൽക്കുന്നില്ല. കോടതിയില്ല. ഇപ്പം നമ്മുടെ പ്രവർത്തനം കൊണ്ട് കോടതികൾ, നമുക്ക് കുഞ്ഞുകൃഷ്ണ സാറിനെ പോലെയുള്ളവർ ഒരുപാട് പേര് അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊരു സ്വാഗതാർഹമാണ്. കാര്യം അത് നമ്മളിങ്ങനെ ഒരുപാട് പ്രാവശ്യം കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കും. ആ ശ്രദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഈ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു നേരം എല്ലാവരെയും മുഖം കാണിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ, കാരണം ഫെയിം ആവണം, എത്ര വീഡിയോ ഇട്ടിട്ട് ഫെയിം ഔട്ട് ആവുന്നില്ല. പക്ഷെ ആയി, എയറിലുമായി, ജയിലിലുമായി, ഇപ്പോൾ കറക്റ്റായിട്ട് വയറ്റിലായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ കിടന്ന് ചപ്പാത്തിയും കഴിച്ച് നല്ല ഫുഡൊക്കെ നല്ല ഫുഡല്ലേ, സുഖമായിട്ടൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് ജീവിക്കാം. പക്ഷെ പർദ്ദയെ കൂട്ടുപിടിച്ചത് വളരെ മോശമായിപ്പോയി എന്നാണ്. ഒരു മതത്തെ ആ നല്ലൊരു മതം, ഒരുപാട് സ്ത്രീകൾ ദീനിയായിട്ട് ഉപയോഗിക്കുന്ന ആ വസ്ത്രം ധരിച്ച് ഇതുപോലുള്ള കൂതറകൾ വരാൻ പാടില്ലായിരുന്നു. പോലീസ് യഥാർത്ഥം പറഞ്ഞാൽ ആ വസ്ത്രം അഴിച്ച് വേറൊരു വസ്ത്രം എടുത്ത് ഇടാൻ പറയും, ഒരു ചുരിദാർ എന്തെങ്കിലും എടുത്തിടാൻ പറയണമായിരുന്നു. കാരണം ആ വസ്ത്രത്തിന് അത്ര ഒരു മൂല്യമുണ്ട്. സംശയമുണ്ടോ? അതിന് കളങ്കമില്ലാത്തൊരു വസ്ത്രമാണ് പർദ്ദ. കളങ്കമില്ലാതെ ആ വസ്ത്രമാണ് ഇവിടെ മിസ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിട്ടത് ഭൂലോക ഡാഷ് വേണമെങ്കിൽ പറയാം. ഇന്ന് ആ വ്യക്തിയെ മുന്നിൽ കൊണ്ടുവന്ന് എന്തു പറയും? പറയില്ലല്ലോ. ആദ്യം ചെവിക്കല്ലേ അടിച്ചു പൊട്ടിക്കും, എന്നിട്ട് അങ്ങനെ ഒരു കേസ് വന്നാൽ ഞാനും പോയി ജയിലിലും കിടക്കും. അത്രേ ഉള്ളൂ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഒരു പേടിയോ കാര്യങ്ങളോ? ഒരു പേടിയില്ല. ആഴ്ച ചെവിക്കല്ലേ പൊട്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ബാപ്പയ്ക്കോ സഹോദരങ്ങൾക്കോ ഭർത്താവിനോ കൈവയ്ക്കാനുള്ള പേടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇതിങ്ങനെ പിഴച്ചൊരു മുളായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ആ കുടുംബത്തിനും കൂടി എന്തുമാത്രം തെറിവിളി ഈ ബാപ്പയും ഉമ്മയും കേട്ടിട്ടുണ്ട് ഇല്ലേ? എൻ്റെ പേജിൽ തന്നെ ഞാൻ ഇടുന്ന പോസ്റ്റ്, ഇവൾക്കെതിരെ ഇട്ട പോസ്റ്റിലൊക്കെ അവളെ ഒരുപാട്, അവളെ മാത്രമല്ല അവളുടെ വാപ്പയും ഉമ്മയും വരെ തെറിവിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു മോള് കാരണം കേൾക്കേണ്ടി ഒരു മോള് കാരണം. ഇതിനൊക്കെ മകളെന്ന് പറയാൻ തന്നെ നമ്മൾ അറപ്പും വെറുപ്പും അങ്ങനെ വേണം കാണാൻ.